നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2% മുകളിൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഞാൻ അതേപോലെ തന്നെ ഇവിടെ നടന്ന പ്ലേ അപ്പ് ഞാൻ 15 മിനിറ്റ്സ് കാണിച്ചു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു FX Talks അനദർ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ XAUSD എടുത്തുള്ള ട്രേഡിന്റെ ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നുണ്ടാകുക. എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്? ഒരു ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മൺഡേ എടുത്ത ട്രേഡ് ഈ ഒരു വീക്ക് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ട്രേഡ് ലോസ് ആയിരുന്നു. കഴിഞ്ഞ വീക്ക് നമ്മളൊരു 0.5%ലാണ് ലോസ് ആയിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മൾ ഓൾമോസ്റ്റ് 4% സംതിങ്ങിലാണ് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീക്ക് 0.5ലാണ് ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീക്ക് നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രേഡ് മൺഡേ എടുത്ത ട്രേഡ് നമുക്കൊരു ലോസ് ട്രേഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് 1% ലോസിലാണ് ഉള്ളത്. ഇപ്പൊ കറന്റ് ഉള്ള ട്രേഡും നമുക്കൊരു ലോസിംഗിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലോസ് ആയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് എന്റെ മൈൻഡ് സെറ്റ് ഈ ഒരു ട്രേഡിലുള്ളത്, എവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്, ഈ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവുക. എന്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള കറന്റ് ട്രേഡ് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഒരു ഡ്രോ ഡൗണിലാണ്, ഒരു 0.5% ഡ്രോ ഡൗണിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ട്രേഡ് എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 0.5 ഞാനിപ്പോ എന്റെ ഒരു അക്കൗണ്ട് കാണിച്ചിട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 0.5% ഡ്രോ ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഏരിയാസ് ഹോൾഡ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. ട്രേഡിന്റെ ലോജിക്ക് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ 3 ടൈം ഫ്രെയിമുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെയിലി പറഞ്ഞുതരാം. ഡെയിലി ഒരു നെഗറ്റീവ് സിനാരിയോയിലാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ മേജർ ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. പ്രൈസ് ആ ഒരു ഏരിയാസിൽ ഒന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെനസ്ഡേ ആണ്, ആഗസ്റ്റ് 19. ഇന്ന് FOMC ഡേയും കൂടിയാണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 പേര് ആ ഒരു റേറ്റ് കൂട്ടണം എന്നുള്ള, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് മേ ബി ഫാൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫാൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺഫോൾ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നേരെ മറിച്ചിട്ട് റേറ്റ് കട്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ സിമിലർ ലെവലിൽ തന്നെ ഉണ്ടെങ്കിൽ ഗോൾഡ് പമ്പ് അപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ചെറിയൊരു കൺസോൾട്ടേഷൻ പീരീഡ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ PNM ആ ഒരു രീതിയിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നേരെ 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സപ്പോർട്ട് പോയിന്റ് ആണ് ബൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ബൈ എൻട്രി ചെയ്തിട്ടുണ്ട്, ഒരു കൺഫർമേഷൻ ബേസ് ആയിട്ട്. അതേപോലെ തന്നെ SL ഈ ഒരു ലോ ആണ് വെച്ചിട്ടുള്ളത്. TP നെക്സ്റ്റ് ലെവലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലാണ് ഞാൻ ബൈ എടുത്തിട്ടുള്ളത്, ഈ ഒരു 1 ഹവറിന്റെ ട്രാൻസ്ഫോർമേഷൻ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് ട്രേഡ് പ്ലാനും കാര്യങ്ങളും ഉള്ളത്. 4 ഹവറിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ക്യാൻസൽസ് കാണുന്നുണ്ടാകുക. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് XAUSDയുടെ ഒരു വാണ്ട എന്ന് പറഞ്ഞ ഒരു ചാർട്ടാണ്, ലിക്വിഡിറ്റി പ്രൊവൈഡർ ആണ് എടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ഞാനിപ്പോൾ എടുത്തുള്ള ഫോറസ്കോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡറിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ആ ഒരു ബുള്ളിഷ് ക്യാൻസൽസ് ഫോർമേഷൻ. ഓക്കെ, ഇപ്പോ 1 ഹവറിൽ നമ്മൾ ഈ ഒരു പോയിന്റിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം ഒരു ഡ്രോ ഡൗൺ, ഒരു 0.5% ഡ്രോ ഡൗണിലാണ് അക്കൗണ്ട് ഇപ്പം PNL ഫ്ലക്ച്വേഷൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ ഉണ്ട്. അപ്പൊ അതിലെല്ലാം ഫ്ലക്ച്വേഷൻ 0.5 എന്നുള്ള രീതിയിൽ 1% ആണ് റിസ്ക് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ അക്കൗണ്ടുകളിലും. ഇവിടെ എന്റെ പ്ലാനുകൾ ഉള്ളത് ഒന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതേപോലെ തന്നെ പെർട്ടിക്കുലർ ഏഷ്യ ആ ഒരു ഓപ്പണിംഗ് ടൈം ആണ് ഞാൻ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുള്ളത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. സെല്ലേഴ്സിന് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലോ ടൈം ഫ്രെയിം കാണിച്ചു തരാം. വളരെ കൂൾ ആയിട്ട് ഒരു ഐഡിയ ആണ്. ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. നോർമലി നമുക്ക് ഈ ഒരു ഫാള് കണ്ടിന്യൂ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോവായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ കാണാൻ വേണ്ടി പറ്റും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇമ്പൾസീവായി ഹാർഡ് ലെവലിലേക്ക് ഒരു മൊമെന്റം തന്നിട്ടുണ്ട്, അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടാപ്പ് ചെയ്ത ഒരു ഏരിയ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റെസിസ്റ്റൻസ് പോയിന്റിലാണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്ത സമയത്ത് കൂടുതലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് 1:2 അല്ല 1:1.5 എന്നുള്ള രീതി, അല്ലെങ്കിൽ 1:1 എന്നുള്ള രീതിയിലാണ് നോക്കാറുള്ളത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഞാൻ ബൈ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ളത്. ആ ഒരു 1 ഹവർ ക്യാൻഡിൽസിലാണ് ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും, അതായത് 1 ഹവറിന്റെ ക്യാൻഡിൽ ക്ലോസ് 1 ഹവർ തന്നെയാണ് എൻട്രി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നോക്കാറുള്ളത്. ലോ ടൈം ഫ്രെയിം നോക്കാറില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ ക്ലിയർ ചെയ്ത് തന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോക്കുന്നത്. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഇവിടെ ഉള്ളത്. ഒരു ബുള്ളിഷ് നല്ലൊരു മൊമെന്റം ക്യാൻഡിലാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് പോയിന്റ് ആണ് മൾട്ടിപ്പിൾ ആയിട്ട് ബൈ പോയിട്ടുള്ള, ഇവിടുന്ന് ഒരു ബൈ പോയിട്ടുണ്ട്, ഇവിടുന്ന് ഒരു ബൈ പോയിട്ടുണ്ട്, ഇവിടുന്ന് ഒരു ബൈ പോയിട്ടുണ്ട്. സിമിലർ പോയിന്റിലേക്കാണ് ഈ ഒരു റിട്രേസ്മെന്റ് വന്നിട്ട് സിമിലർ പോയിന്റിലേക്കാണ് ബൈ
വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ബൈ പോകാൻ കൂടുതലും ചാൻസ് ഉണ്ട്. ഇനി ബൈ പോയിട്ടുണ്ടെങ്കിൽ എവിടുന്നൊക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ റിജക്ഷൻസ് വന്നിട്ടുള്ള ഏരിയാസ് ആണ്. ഇവിടെ നമുക്ക് ഒന്നുകിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാനൽ ഫോർമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ട് പ്രൈസ് അപ്സൈഡിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും 100% ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നമ്മളൊരു പെർട്ടിക്കുലർ ലെവലിൽ ലോസ് ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുത്താണ്, ഇവിടുത്തെ ഫോർമേഷൻസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവൽസിന് ബുക്ക് ചെയ്ത് മാറുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ പൊസിഷൻ ട്രേഡിംഗ് ആണ്, നമുക്ക് ഓവറായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ട്രേഡ് എടുക്കുക, മാറി നിൽക്കുക, അലേർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അലേർട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ നോക്കുന്നത്. ജസ്റ്റ് ആ അലേർട്ട് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ചാർട്ട് നോക്കുക, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോ ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്, റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്, പ്രൈസ് ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ട്. നോർമലി ഈ ഒരു പ്രൈസ് ഇവിടുന്ന് വീണ്ടും ബെയറിഷിലേക്ക് കാണിക്കില്ല. ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് വന്ന് ക്ലോസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ബഫറും കാര്യങ്ങളും ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടൈറ്റ് ആയിട്ട് എല്ലാ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഐ തിങ്ക് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഹൈസിന് വീണ്ടും ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ലെവൽസ് ഹോൾഡ് ചെയ്തുകൊണ്ട് ബെയറിഷിലേക്ക് പോകാനാണ് ചാൻസ് ഉള്ളത്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടിന്യൂസ് ബൈ. ആ ഒരു രീതിയിലുള്ള സ്ലോ ബൈയിങ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലൊരു പ്ലേ അപ്പ് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ നടന്ന പ്ലേ അപ്പ് ഞാൻ 15 മിനിറ്റ്സ് കാണിച്ചു തരാം, ഇവിടെ നടന്ന പ്ലേ അപ്പ് ഞാൻ 15 മിനിറ്റ്സ് കാണിച്ചു തരാം. നിങ്ങൾക്ക് രണ്ടിന്റെയും സെയിം രീതിയിലുള്ള ലോജിക്ക് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നുണ്ട്, ലിക്വിഡിറ്റി എടുക്കുന്ന അപ് സൈഡിലേക്ക് പോകുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. പ്രൈസ് ഞാൻ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത് അപ് സൈഡിലേക്ക് പോകണം എന്നാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത്. സിമിലർ ഇവിടെയും കാണാൻ വേണ്ടി പറ്റും, പ്രൈസ് സെല്ലിംഗിലേക്ക് കൊണ്ടുവന്ന് ഇമീഡിയറ്റ് ആയിട്ട് അപ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ക്രിയേറ്റ് ചെയ്തതും ഈ ഒരു സപ്പോർട്ട് ലെവൽ ക്രിയേറ്റ് ചെയ്ത ലെവൽസിന്റെ ആ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സെയിം ലെവലാണുള്ളത്. ഇൻ കേസ് ആ ഒരു ട്രേഡ് ഐഡിയ വർക്ക്ഔട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് മാറുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ട്രേഡ് പ്ലാൻ ഉള്ളത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഒന്ന് ഈ ഒരു മേജർ പോയിന്റുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാനൊരു പെർട്ടിക്കുലർ ടൈം സോണുകളിലാണ് ഞാൻ ബൈയും കാര്യങ്ങളും നോക്കാറുള്ളത്. ഒന്നുകിൽ ഏഷ്യ അല്ലാന്നുണ്ടെങ്കിൽ NY എന്നുള്ള ടൈമുകളിലായിരിക്കും ബൈ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടാകാം. അപ്പൊ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. SL ആണെന്നുണ്ടെങ്കിലും TP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെവൽസിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ 1:1 ബുക്ക് ചെയ്ത് മാറുന്നുണ്ടാവും ഫുൾ ക്വാണ്ടിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നുണ്ടാവും. FOMCക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മേ ബി FOMC ബുള്ളിഷ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ആ ഒരു CPI ഡാറ്റാസ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് റേറ്റ് കട്ടും ഉണ്ടായിട്ടില്ല, റൈസും ഉണ്ടായിട്ടില്ല, സിമിലർ ലെവലിൽ തന്നെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ മേ ബി പ്രൈസ് ഹയർ ലെവലിലേക്ക് ഇൻഫ്ലേഷനിലും കൂൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഹയർ ലെവലിലേക്ക് ഗോൾഡ് പോകാനുള്ള ചാൻസസുകൾ ഉണ്ട്. USD DXY ഒരു ഫാള് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ യൂറോയിൽ ഞാൻ ട്രേഡും കാര്യങ്ങളൊന്നും ഇവിടെ പുഷ് ചെയ്തിട്ടില്ല ഈ ഒരു വീക്ക്. ഇന്ന് വെനസ്ഡേ ആയിട്ട് നിങ്ങൾ എടുത്തിട്ടില്ല, ചൊവ്വ എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് പ്രൈസ് ആക്ഷൻ അത്ര ഓക്കെ അല്ല, ഒരു പിടുത്തം കിട്ടാത്തൊരു പ്രൈസ് ആക്ഷൻ ആണ്. മൺഡേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ മിസ്ഡ് ഔട്ട് ആയിരുന്നു. ഇന്നലെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നൊരു കണ്ടിന്യൂഷൻ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം എന്തെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടലാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഞാൻ എടുക്കുന്ന ട്രേഡ്സുകൾ അപ്പം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഒബ്സസ്ഡ് ആയിട്ട് ഈ ഒരു ട്രേഡ് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അലേർട്ടുകൾ ഇട്ടിട്ടുണ്ട്. അലേർട്ട്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, മേ ബി ഈ ഒരു ലോ ബ്രേക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി SL വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഹയർ ലെവല് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ്സിലേക്ക് വീണ്ടും വരുത്താണെങ്കിൽ അപ് സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ആ ഒരു ഡ്രോഡൗണിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഏരിയാസിന്ന് പ്രൈസ് അപ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു മൊമെന്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു വിക്ക് ഉണ്ട്, ഈ ഒരു വിക്കിന്റെ മുകളിലോട്ടേക്ക് പോയിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു 4370 ആ റേഞ്ചിലേക്ക് പോയിട്ട് ഒരു മൊമെന്റം ക്യാൻഡിൽസ് കാണിക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് മുകളിലോട്ടേക്ക് പോയിട്ട് ഒരു മൊമെന്റം ക്യാൻഡിൽസ് കൊണ്ട് ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 1 hour ക്യാൻഡിൽസ് ക്ലോസ് ആയിട്ടില്ല. ഇനിയും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 19 മിനിറ്റ് സംതിങ് ഉണ്ട്. 30 മിനിറ്റ്സ് ക്യാൻഡിൽസ് നോക്കുന്ന സമയത്ത് ആ ഒരു വി ഷേപ്പ് റിക്കവറി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എത്രത്തോളം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഹോൾഡ് ചെയ്യുന്നത് അറിയത്തില്ല. കാരണം വെച്ചാൽ ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് തന്നെയാണ്. നേരത്തെ റെസിസ്റ്റൻസ് എടുത്ത റൗണ്ട് സൈഡിലേക്ക് വന്ന ഏരിയ ആണ്.
ബട്ട് എന്തായാലും ബയേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഷോർട്ട് ചെയ്ത ആൾക്കാരെല്ലാം ഈ റെസിസ്റ്റൻസ് ബേസ് ചെയ്ത് ഷോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഇവിടെ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ ഒരു പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു 1:1 ഈ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ നേരത്തെ ഒരു അലേർട്ട് ട്വിസ്റ്റിന് ഒരു അലേർട്ട് ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ മാർക്കറ്റിലേക്ക് വന്ന് നോക്കിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അലേർട്ട് എവിടെയാണുള്ളത്? നെക്സ്റ്റ് അലേർട്ട് ഇവിടെയാണുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റും കൂടി ഞാൻ നോക്കുന്നുണ്ടാവും. പ്രൈസ് ഇവിടെ വന്ന് ബ്രേക്ക് കിട്ടലാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സിറ്റ് ചെയ്ത് മാറേണ്ട പ്ലാൻ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ പൊസിഷണൽ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അലേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് മേജർ ലെവലുകളിലേക്ക്. അപ്പൊ അവിടെ പോയിട്ട് ടാപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് വന്ന് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ യൂറോയിൽ ഞാൻ കറന്റ് ട്രേഡ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും നോക്കണില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. ഓക്കെ, FOMC ആണ് ഞാൻ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാളെ നോക്കാം. ഓക്കെ, നാളെ വ്യാഴാഴ്ച, ഇന്ന് വെനസ്ഡേ ആണ്. നാളെ നമുക്ക് നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും, നമുക്ക് എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നോക്കാം നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത്. എക്സിയുടെ കേസിൽ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് ഒരു മൊമെന്റം വന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ലോ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു സിനാരിയോസ് നല്ല ക്രിയേറ്റ് ചെയ്ത് ലോ റെസിസ്റ്റൻസ് ആയിട്ടാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. വീണ്ടും ഒരു ഹയർ ലെവലിലേക്ക് ഒരു വിക്കിന്റെ മുകളിലോട്ടേക്ക് പോയിട്ട് ക്ലോസ് കിട്ടലാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബൈ സൈഡിലേക്ക് കുടിച്ച് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം മറ്റേ ബ്രേക്ക് ഈവൻസോ എന്തെങ്കിലും ക്യാൻ ക്ലോസ് ബേസ് ചെയ്തിട്ട് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, 1 ഓർ ക്യാൻ 6 ക്ലോസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെയുള്ള റിയാക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ പൊസിഷൻ എടുത്തിട്ട് അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട്. നമുക്ക് ടൈം നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മോർണിംഗ് എടുത്തതാണ്. 11 ഹവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു ഡ്രോ ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 50% ഡ്രോ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് വീണ്ടും എൻട്രി പ്രൈസിലേക്ക് വന്നു. നമ്മൾ എക്സ്പെക്ട് ഈ ഒരു ഏരിയാസിന് എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു മൊമെന്റം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ബൈങ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയാസിലേക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിക്കാണ്. ഈ ഒരു വിക്ക് പോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്രൈസ് നല്ല ബൈങ് കയറി പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, അത്യാവശ്യം നല്ല ഷോർട്ട് സെല്ലേഴ്സ് ഉള്ള ഏരിയ ആണ്. ഇമീഡിയറ്റ് ആയിട്ട് റിവേഴ്സിൽ വരുമോ അല്ലാതെ ഹോൾഡ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1:1 എന്നുള്ള രീതിയിൽ മൊമെന്റം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1 അവറും കൂടി, നമുക്കൊരു 1 അവറിന്റെ ക്യാൻഡിൽ ക്ലോസിനും കൂടി വെയിറ്റ് ചെയ്യാം. 23 മിനിറ്റ്സ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാൻഡിൽ ക്ലോസിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മൊമെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. FX സ്റ്റോക്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 2,999 ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ നെക്സ്റ്റ് മന്ത് വരെ ഓഫേഴ്സും കാര്യങ്ങളും ഒരു 1000 റുപ്പീസിന്റെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഇവിടെ വന്നിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ യൂറോ USDയുടെയും XAയുടെയും നിങ്ങൾക്ക് ക്ലാസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USDയുടെയും അതേപോലെ തന്നെ ഗോൾഡിന്റെയും ക്ലാസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഗോൾഡിന്റെ മാത്രമാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ അവിടെ പോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കരിക്കുലം ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 5 വീഡിയോസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യില്ലാന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആ ഒരു ഏരിയാസ് റെസ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. നമ്മുടെ TP ലെവൽസ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, 4 ഹവറിൽ അത്യാവശ്യം നല്ല ബൈങ് വന്നിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഇൻവാലിഡേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാന്നുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു ഏരിയ ഞാൻ സെല്ലിങ് പ്ലാൻ ചെയ്ത ഏരിയയാണ്, പക്ഷെ അവിടെ നിന്നിട്ടില്ല. ഓക്കെ, നല്ല ബൈയിങ് ക്യാൻസൽസ് ആണ് കാണിക്കണത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ബുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബൈയിങ് വരാനുള്ള ചാൻസസുകൾ ഉണ്ട്. ലെറ്റ്സ് സീ. ഈ ഒരു മൊമെന്റം വരാനുള്ള മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഈ ഒരു സെഷൻ വരുന്നത് NYയിലാണ് സെഷനും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ട്രേഡ് നല്ലൊരു പ്രോഫിറ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ വേണ്ടി പറ്റും.
ഒരു $1500 പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ $500 ലോസ് കണ്ട ഒരു അക്കൗണ്ട് ആണ് ഫ്ലക്ച്വേഷൻ. ഇതിപ്പോ അത്യാവശ്യം മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്കൊരു 2% പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്ത് മാറാൻ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ബൈയിങ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകാനും പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഗ്രീഡിനെസ് പാടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രീഡിനെസ് പാടില്ല എന്നുള്ളത്. നമുക്ക് ആ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽസ് നോക്കാം. ഓക്കെ, നല്ല ബൈയിങ് ആണ്. മേ ബി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഐ തിങ്ക് നമുക്ക് ഈ ഒരു ഹൈസിന്റെ മുകളിലോട്ടേക്ക് റണ്ണ് കാണാൻ വേണ്ടി പറ്റും എന്ന് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ആ ഒരു പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യട്ടെ. അത്യാവശ്യം നല്ലൊരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്റെ TP ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് നോക്കാം. 1 ടൈം ടച്ച് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് വരുത്താണെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് ബ്രേക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൺസോളേഷൻ ചെയ്തിട്ട് കിട്ടും. നമുക്ക് എന്തായാലും ഈ ഒരു പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറേണ്ട പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ പാർസൽസ് ബുക്ക് ചെയ്യാം, ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം. മേ ബി ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീഡിനെസ് എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വലിയ മൊമെന്റം കാണുന്ന സമയത്ത് നോർമലി വരുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രീഡിനെസ് ആയിരിക്കും കൂടുതൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നിന്ന് ക്രിയേറ്റ് ആണെങ്കിൽ നിന്ന് വീണ്ടും സീറോയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ക്രിയേറ്റ് ആകുന്നുണ്ടാകും. ഓക്കെ, വീണ്ടും ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യലാണ് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയതിനു ശേഷം ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ റിവേഴ്സൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ ഇതിന്റെ മൊമെന്റ് ഒന്നും കൂടി നോക്കാം. ഓക്കെ, വളരെ ഇമ്പൾസീവ് ആയിട്ട് വീണ്ടും പുഷ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നോക്കിയതിന് ശേഷം ഇവിടുന്ന് ബുക്ക് ചെയ്ത് മാറാം. ചിലപ്പോൾ ഒരു പുഷും കൂടി കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1:3 എന്നുള്ള രീതിയിലെല്ലാം ബുക്ക് ചെയ്ത് മാറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം നല്ലൊരു മൊമെന്റ് വന്നിട്ടുണ്ട്. തിരിച്ച് ഇതേപോലെ ഡംപ് വരാനുള്ള മേ ബി പോസിബിലിറ്റീസ് എന്തൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ എന്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യുന്നുണ്ട്, BE സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ ഞാൻ ഈ ഒരു ട്രേഡിലുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2% മുകളിൽ നമ്മൾ പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 2% മുകളിൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ കാര്യം ചെയ്തിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ടാർഗറ്റ് ലെവൽസിന്റെ ആ ഒരു ഏരിയ എത്തുന്ന സമയത്ത് ഞാൻ ആ ടാർഗറ്റിന്ന് ഈ ഒരു ലെവൽസിലേക്ക് ഓൾമോസ്റ്റ് $2000 ആണ് ഞാൻ ഇതിൽ ടാർഗറ്റ് ചെയ്തത്. 2% ആണ് ടാർഗറ്റ് ചെയ്തത്. ഇവിടെയാണ് എന്റെ ട്രെയിൽ ചെയ്തിട്ടുള്ള ഏരിയാസ് ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു പ്ലസിലാണ് പോകുന്നത്. ഓക്കെ, മേ ബി ഈ ഒരു ഹയർ ലെവൽസിന് വീണ്ടും കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയാസിന് കറക്റ്റ് ഈ ഒരു ലെവൽസിന് തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. റിട്രേസ്മെന്റ് എക്സ്പെക്റ്റബിൾ ആണ്. ഓക്കെ, എന്റെ പ്രോഫിറ്റ് ബുക്ക് ആയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആ ലെവൽസ് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ അക്കൗണ്ടിൽ എന്റെ പൊസിഷൻസ് കട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, ടുഡേ നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. $1995 ആണ് നമ്മൾ ഇതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് സിംഗിൾ അക്കൗണ്ടിൽ. മറ്റൊരു അക്കൗണ്ടിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു $1000 പ്രോഫിറ്റ് ആണുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് പോർഷൻ റണ്ണിങ് കൂടിയാണ്. നല്ലൊരു ലെവൽസ് നിന്നാണ് നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാക്കി ഒന്ന് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ FOMCക്ക് വേണ്ടിയിട്ട് ആ ഒരു പോർഷൻസ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു FOMCയിൽ അത്യാവശ്യം നല്ലൊരു മൊമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണ് ആ ഒരു അക്കൗണ്ടിൽ. അപ്പൊ എന്തായാലും ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രേഡ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1:2 എന്നുള്ള രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രേഡ് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽസിൽ ഞാൻ പോർഷൻസും കാര്യങ്ങളും എടുത്ത് മാറിയിട്ടുമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എക്സൈയുടെ ട്രേഡിംഗ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്.
എഫ്എക്സ് സ്റ്റോക്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 2,999 ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ നെക്സ്റ്റ് മന്ത് വരെ ഓഫേഴ്സും കാര്യങ്ങളും ഒരു 1000 റുപ്പീസിന്റെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ഇവിടെ വന്നിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ യൂറോ USDയുടെയും XAയുടെയും നിങ്ങൾക്ക് ക്ലാസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USDയുടെയും അതേപോലെ തന്നെ ഗോൾഡിന്റെയും ക്ലാസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഗോൾഡിന്റെ മാത്രമാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ. അതേപോലെ തന്നെ അവിടെ പോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കരിക്കുലം ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 5 വീഡിയോസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യലാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇനി ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. ഒരു അക്കൗണ്ടിൽ പ്രോഫിറ്റ് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് FOMCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് ജോയിനിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യലാണ്. ബൈ.